Dear students, അപ്പോൾ നമ്മൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ്റെ മെക്കാനിസം ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ SN2 മെക്കാനിസം, സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലർ മെക്കാനിസം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ അടുത്ത ഒരു മെക്കാനിസം കൂടി ഉണ്ടത് സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലർ SN1 മെക്കാനിസം. ഈ മെക്കാനിസത്തിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലർ. About unique features of this mechanism are, the first one is rate depends only on the concentration of the reactant molecule. SN2 അങ്ങനെ ആയിരുന്നില്ല, റിയാക്റ്റന്റ് മോളിക്യൂളിൻ്റെയും ന്യൂക്ലിയോഫൈലിൻ്റെയും കോൺസെൻട്രേഷന് ഡിപ്പെൻഡ് ചെയ്യുമായിരുന്നു. സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആയിരുന്നു. ബട്ട് ഹിയർ ഇറ്റ് ഈസ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ദാറ്റ് ഈസ് വൈ ദ നെയിം ഈസ് SN1, substitution nucleophilic unimolecular. Okay, about and the second point is, when we consider the reactivity, tertiary alkyl halide is more reactive in this type of mechanism. Then comes secondary, then comes primary, finally comes methyl. Okay, so we can take an example of tertiary butyl bromide. Tertiary butyl bromide. This is tertiary butyl bromide. Okay, and also this reaction takes place in two steps. Okay, this reaction takes place in two steps. So in the first step there will be breakage of this bond to form this type of carbocation. Tertiary butyl carbocation will be formed along with the Br minus ion. Okay, we know that OH minus is a nucleophile. That OH minus nucleophile can attack this molecule from both the sides, from this side or from this side. Okay, so in the product the OH bond will be, there will be possibility of OH bond coming on both the sides. Therefore, the product will be a racemic mixture. That is, in terms of stereochemistry, the product formed is a racemic mixture. നമ്മൾ നേരത്തെ പറഞ്ഞ SN2 മെക്കാനിസത്തിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, BR എവിടെയാണോ ഉള്ളത്, ഒറ്റ സ്റ്റെപ്പിൽ റിയാക്ഷൻ നടക്കുകയും BR എവിടെയാണോ ഉള്ളത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് OH മൈനസ് അതിനെ അപ്രോച്ച് ചെയ്യുക. അതുകൊണ്ട് BR ഒരു കുട വളയുന്ന പോലെ ആ ബോണ്ട്, കാറ്റ് വരുമ്പോൾ കുട തിരിയുന്ന പോലെ ആ ബോണ്ട് തിരിയും. അങ്ങനെ ഇൻവേർഷൻ കോൺഫിഗറേഷൻ നടക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു, വാൾഡൻ ഇൻവേർഷൻ എന്നൊക്കെ പഠിച്ചു. ഇവിടെ നേരെ അങ്ങനെയൊന്നും അല്ല, ഇവിടെ രണ്ട് സ്റ്റെപ്പിലാണ്. ആദ്യത്തെ സ്റ്റെപ്പിൽ കാർബോകാറ്റയോൺ ഉണ്ടാവുക എന്നുള്ള ഒരു കാര്യമാണ് നടക്കുക. ഈ സ്റ്റെപ്പ് 1 ആണ് ഇവിടുത്തെ സ്ലോ ആയിട്ടുള്ള പ്രോസസ്സ്, അല്ലെങ്കിൽ റിയാക്ഷന്റെ കൈനറ്റിക്സിനെ അല്ലെങ്കിൽ റിയാക്ഷന്റെ സ്പീഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന സ്റ്റെപ്പ് 1 ആണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റെപ്പിൽ ആര് മാത്രമേ ഇൻവോൾവ് ഉള്ളൂ? നമ്മുടെ റിയാക്റ്റന്റ് മാത്രമേ ഇൻവോൾവ് ഉള്ളൂ. അടുത്ത സ്റ്റെപ്പിലാണ്, സ്റ്റെപ്പ് 2ലാണ്. അപ്പോൾ സ്റ്റെപ്പ് 1 ആണ് ഇപ്പൊ നമ്മൾ എഴുതിയത്. സ്റ്റെപ്പ് 2ലാണ് ആര് വരുള്ളൂ? നമ്മുടെ ന്യൂക്ലിയോഫൈൽ വരുള്ളൂ. അപ്പൊ ന്യൂക്ലിയോഫൈൽ വരുന്ന സ്റ്റെപ്പ് 2 ആണ് ഞാനിപ്പോൾ ഇവിടെ തന്നെ കാണിച്ചത്. അപ്പൊ സ്റ്റെപ്പ് 2ൽ നോക്കൂ, ഇങ്ങനെ പറയുന്ന ഈ കാർബോകാറ്റയോണില് OH മൈനസ് എന്ന് പറയുന്ന ന്യൂക്ലിയോഫൈല് ഇറ്റ് ക്യാൻ അപ്രോച്ച് ഫ്രം ബോത്ത് ദ സൈഡ്സ് ആണ് പറഞ്ഞത്. ഇങ്ങനെ ഞാൻ പറഞ്ഞത് രണ്ട് സൈഡിൽ കൂടെ വരാം. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ പ്രൊഡക്റ്റ് എഴുതി കാണിക്കുമ്പോൾ ആ OH ഒരു 50% OH ഈ സൈഡിൽ വന്നാൽ ബാക്കി 50% OH നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വരും. അപ്പോൾ രണ്ടിൻ്റെയും പോസിബിലിറ്റി ഈക്വൽ ആണ്. OH രണ്ട് സൈഡിലും വരാനുള്ള പോസിബിലിറ്റി ഈക്വൽ ആയതുകൊണ്ട് ഇതെന്ത് മിക്സ്ചർ ആയിരിക്കും? റസമിക് മിക്സ്ചർ ആയിരിക്കും. റസമിക് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ
there will not be any optical activity. Optical activity ഉണ്ടാവില്ല. റസമിക് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ 50% ഡെക്സ്ട്രോ റൊട്ടേറ്ററി കോമ്പൗണ്ടും 50% ലീവോ റൊട്ടേറ്ററിയും ആയിരിക്കും ആ മിക്സ്ചർ ഉണ്ടാവുക. അതുകൊണ്ട് 50% കോമ്പൗണ്ട് ലൈറ്റിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ട് തിരിക്കുമ്പോൾ ബാക്കി 50% എന്ത് ചെയ്യും? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ട് തിരിക്കും. ഓക്കെ, അപ്പോൾ ദർ വിൽ നോട്ട് ബി എനി ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. ദാറ്റ് ഈസ് മീൻ ബൈ racemic mixture. That is mean by racemic mixture, or here the mechanism proceeds by racemization. Okay, so once again I will repeat the important features of this mechanism. The first point is the reaction is first order, that is rate depends upon the concentration of the reactant only. What is the reason? In the first step is the slowest step. Slowest step or rate determining step is first step. In the first step, there will be the formation of the carbocation along with the Br minus ion or halide ion. In the first step, only the reactant molecule is involved. Nucleophile is not involved. So this is the rate determining step. And this, so in the rate determining step only one molecule is involved. Therefore the rate is proportional to concentration of reactant only. Therefore it is first order reaction. Okay. The second point is tertiary alkyl halides generally undergone this type of reaction easily. Then comes secondary, then comes primary, finally methyl. Okay. And this is a two-step process. We have explained the scheme of this reaction. From that it is clear that it is a two-step process. In the first step carbocation is produced, and in the second step nucleophile attacks the carbocation. And by the approach of the nucleophile can take place in both the sides. We can conclude that it results in the formation of a racemic mixture. That is, for the product there will not be any optical activity if we are doing this mechanism in an optical active compound. Okay, so it proceeds by racemization. That is the fourth point. Okay, now we have discussed some questions in SN2 mechanism. Similarly, here also there are some questions. Please note down the question. In the following pairs of halogen compounds, which compound undergoes faster SN1 reaction? In the following pairs of halogen compounds, which compound undergoes faster SN1 reaction? In the first question, this is the first compound. Question A, this is the first compound. The second compound is this one is the second compound. Similar with the SN2 mechanism, we have to consider what type of carbon atom is linked with the chlorine. Here this is a carbon and which is attached to 3 other carbon atoms. So this is a tertiary alkyl halide. And here this carbon is attached to 2 other carbon atoms. So it is a secondary alkyl halide. So first one is a tertiary alkyl halide. This is a tertiary alkyl halide. The second one is a secondary alkyl halide. So from the points we have studied, we know that in the case of SN1, tertiary alkyl halide react faster, then comes secondary, then primary, then methyl. So out of these two, which one undergoes SN1 reaction faster? Which one undergoes SN1 reaction faster? This one. Okay, so first one is the answer. Now we can pass on to another question. In the question B, this is the first compound. This is the second compound.
Okay, again we have to consider the carbon which is attached to chlorine atom, that is this is, in this case this is the carbon atom. So this carbon is attached to two other carbon atom, so this is secondary alkyl halide. Here this carbon is attached to this chlorine, this carbon is attached to only one another carbon atom, so this is primary alkyl halide. So out of the two, which one undergo SN1 faster? Secondary. So this is the answer. Okay, so these type of questions, either they will ask mechanism for the examination, they will ask the salient features of the mechanism, that is the 4 points which we have discussed for both SN2 and SN1, and also these type of questions which is very simple, you can answer it in an easy way. So these type of questions also can be expected for higher secondary examination. Okay, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ ഇതുപോലുള്ള ചോദ്യങ്ങളോ, ചോദ്യം വന്നാൽ വളരെ സിമ്പിളാണ്, പക്ഷെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ SN1 ചോദിക്കുമ്പോൾ അറിയാതെ SN2 ഇത് നേരെ തിരിയുമല്ലോ, SN2 എഴുതാനും SN2 ചോദിക്കുമ്പോൾ SN1 എഴുതാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഉടനെ കേട്ടതുകൊണ്ട് പെട്ടെന്ന് പറയാൻ പറ്റുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെക്കാനിക്സിനെ പറ്റി. നാളെ നമുക്ക് ഇതിൻ്റെ സ്റ്റീരിയോ കെമിക്കൽ ആസ്പെക്ട്സ്, ഇപ്പോൾ നമ്മൾ റസമൈസേഷൻ അല്ലെങ്കിൽ ഇൻവേർഷൻ കോൺഫിഗറേഷൻ എന്നൊക്കെ പറഞ്ഞു, അതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങൾ നമുക്ക് നാളെ അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റീരിയോ കെമിക്കൽ ആസ്പെക്ട്സ് ഓഫ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഉള്ള ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതുവരെ ബൈ.